അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിലക്കിടലായിട്ടൊരു വെബ്സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് മലയാളത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് വീട്ടിലിരുന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും നിലക്കിടലായിട്ടൊരു വെബ്സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് ഒരു കാര്യം ഞാൻ പറയുവാണ്, വെബ്സൈറ്റാണ്. നമ്മൾ ഏത് വെബ്സൈറ്റ് ട്രൈ ചെയ്യുന്നതിന് മുന്നും നമ്മുടെ മൈൻഡിൽ ഒരു കാര്യം ഓർത്തിരിക്കണം, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന മൈൻഡിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഓരോ വെബ്സൈറ്റിലും ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. കാരണം ജെനുവിനായിട്ടുള്ള ഏതൊരു വെബ്സൈറ്റിലും അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലേ? ഇപ്പം പ്രൈമറി ടെസ്റ്റ് അങ്ങനെ ഓരോ ടെസ്റ്റ് കാണും, അല്ലെങ്കിൽ നമ്മൾ ഡെമോ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എക്സാമ്പിളായിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ പക്ഷെ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, നമ്മൾ ഡെമോ ആയിട്ട് കാണിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനത്തെയാണ് ജെനുവിനായിട്ടുള്ള വെബ്സൈറ്റ്. ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾ വിചാരിക്കുമോ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് നമ്മളത് കുഴപ്പിക്കളയുക, അല്ലെങ്കിൽ നമ്മളതിൽ ജോയിൻ ചെയ്യാതിരിക്കുക. അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ പറയുന്ന ഏതൊരു വെബ്സൈറ്റിലാണെങ്കിലും ഇപ്പം ഞാൻ പറയുന്നത് തന്നെ ആയിരിക്കണമെന്നില്ല. നിങ്ങൾ യൂട്യൂബ് വഴി കാണുന്നതോ എന്താട്ടെ ഏത് വെബ്സൈറ്റ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കുക. ടെസ്റ്റ് ആണെങ്കിലും ഡെമോൺസ്ട്രേഷൻ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക. കിട്ടിയാൽ കിട്ടട്ടെ പോയാൽ പോട്ടെ എന്നൊരു മെൻറ്റാലിറ്റി മാത്രം നിങ്ങൾ വെബ്സൈറ്റിൻ്റെ കാര്യത്തിൽ അപ്രോച്ച് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിനായിട്ട് നിങ്ങൾ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വോയിസ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല കിടലിനായിട്ടുള്ളൊരു സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഏജൻസികൾക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വർക്ക് ചെയ്യേണ്ടത്. ഇവർ തരുന്ന സബ്ജക്റ്റ് നമ്മൾ വോയിസിലേക്ക് ആക്കിയിട്ട് നമ്മളത് അവർക്ക് അയച്ചു കൊടുക്കണം. അവർക്ക് അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ക്യാഷ് കിട്ടും. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോയിസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. മലയാളത്തിൽ ചെയ്യാം, ഇംഗ്ലീഷിൽ ചെയ്യാം, അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ വോയിസ് നിങ്ങൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു അതിലിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം. അപ്പം നിങ്ങൾ ചുമ്മാ നമ്മൾ അങ്ങോട്ട് വോയിസ് അയച്ചു കൊടുത്താലൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവർ ആദ്യം നമ്മൾ സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഡെമോ ആയിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അവർ വർക്ക് തരത്തുള്ളൂ. അങ്ങനെ വർക്ക് ചെയ്തിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ, ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സൈനപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ എന്ത് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഞാൻ കാണിക്കുന്ന ഓരോ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സൈനപ്പ് ചെയ്തിട്ട് വോയിസ് അയച്ച് ക്യാഷ് ഏൺ ചെയ്യുക. അപ്പം ഞാൻ പറയുവാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയുകയാണ്, ആദ്യം നമ്മൾ ഡെമോ അയച്ചു കൊടുക്കണം. ഡെമോ അയച്ചു കൊടുത്ത് അവർ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, വർക്ക് കിട്ടത്തുള്ളൂ. എങ്കിൽ മാത്രമേ ക്യാഷ് കിട്ടത്തുള്ളൂ. അല്ലാതെ ചാടിക്കയറി ഡെമോ അയച്ചു കൊടുത്തു, സൈനപ്പ് ചെയ്തു, എന്നിട്ട് ക്യാഷ് കിട്ടിയില്ല എന്ന് പറയരുത്. വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. നമ്മൾ സൈനപ്പ് ചെയ്ത് ഡെമോ അയച്ചു കൊടുത്ത് അക്സെപ്റ്റ് ചെയ്ത് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ക്യാഷ് കിട്ടത്തുള്ളൂ. അതും 1 2 രൂപയല്ല, നമുക്ക് മിനിമം ഒരു $100 വരെ ഇവത്തിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്ന കിടിലനായിട്ടുള്ളൊരു ആപ്ലിക്കേഷനല്ല സൈറ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സൈറ്റിനെ പറ്റി പറയാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ വീഡിയോ ഫുൾ വാച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് ഫൈൻഡ് ടാലൻറ്റ് ആൻഡ് ഫൈൻഡ് വർക്ക് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മളിവിടെ ഫൈൻഡ് വർക്കാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾ അവർ ഇൻസ്ട്രക്ഷനൊക്കെ ഇവിടെ തരുന്നുണ്ട്, എങ്ങനെയാണ് വോയിസ് ചെയ്യേണ്ടതെന്നുള്ളതും. പിന്നെ നമുക്ക് കൂടുതൽ ക്വാളിറ്റി, വോയിസിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം. റെഡി ടു യൂസ് ബ്രോഡ്കാസ്റ്റ് ക്വാളിറ്റി ഫയൽസ് ആയിരിക്കണം. ഗെറ്റ് പ്രോജക്റ്റ് ഡൺ ഫാസ്റ്റർ വെൻ ഹിയറിംഗ് ഡയറക്റ്റ്. അപ്പോൾ അവർ പറയുന്നത്, നമ്മൾ സൈനപ്പ് ചെയ്ത് നമ്മൾ വോയിസ് അയച്ചു കൊടുത്ത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ എന്ത് ചെയ്യണം, നല്ല ക്ലാരിറ്റിയിൽ ഒരു മിസ്റ്റേക്കോ ബാക്ക്ഗ്രൗണ്ട് വോയിസോ ഒന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം പറയുന്നത് കേട്ടോ, 4 മില്യൺ ടാലൻ്റായിട്ടുള്ളവരുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം 100 ലാംഗ്വേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ലേറ്റ് ചെയ്യാം. 24 hours കംപ്ലീറ്റ് വർക്ക് പ്രോജക്റ്റാണ്.
പിന്നെ ഉള്ളത് നമുക്ക് എങ്ങനെ ഇതിൽ വർക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇനിയൊരു ഡെമോ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് കേട്ട് നോക്കുക. Themselves about where their food comes from. They are seeking out healthy options that come from natural farms. കേട്ടോ, ഇതുപോലെയുള്ള വോയിസുകൾ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇംഗ്ലീഷിലുള്ള വോയിസ് അല്ലേ, നമ്മൾ മലയാളത്തിൽ എന്ത് ചെയ്യണം, വോയിസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മുടെ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഫൈൻഡ് വർക്ക് എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സൈനപ്പ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സൈനപ്പ് ചെയ്യുക. നമ്മുടെ പേര് കൊടുക്കണം, ഇമെയിൽ ID കൊടുക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹിയർ ഫോർ എ പ്രോജക്റ്റ് ഫൈൻഡ് വർക്ക് എ ടാലൻറ്റ്. അപ്പോൾ നമ്മൾ ഫൈൻഡ് വർക്ക് കൊടുക്കുക. മൈക്കിൻ്റെ ചിഹ്നമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്നിട്ട് സൈനപ്പ് നൗ കൊടുക്കുക. നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കണം, ഇഷ്ടമുള്ള പാസ്വേഡ്. എന്ന് വെച്ചാൽ നമ്മൾ അവർ പറയുന്നുണ്ട് എന്താണ്, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, നമ്പർ ഉണ്ടായിരിക്കണം, പിന്നെ വലിയ സ്മോൾ ലെറ്ററും ബിഗ് ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് ലോഗിൻ ചെയ്യാം. കണ്ടോ, അപ്പോൾ ഇവർ പറയുന്നുണ്ട് ലെറ്റ്സ് വെരിഫൈ യുവർ ഇമെയിലിൽ നമ്മൾ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് മെയിലെടുത്തിട്ട് നമ്മളതൊന്ന് വെരിഫൈ ചെയ്യാം. മെയിൽ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള പ്രൊഫൈല് ആ മെയിൽ വഴിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മെയിൽ എഴുതി വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താണ്, പ്രൊഫൈൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗെറ്റ് സ്റ്റാർട്ടഡ് ആണ്. നമുക്ക് പിന്നെ കംപ്ലീറ്റ് എന്താണ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് അറിയാലോ, ഓഡീഷൻ എന്ന് വെച്ചാൽ നമ്മുടെ വോയിസ് നമ്മൾ അയച്ചു കൊടുക്കണം. അപ്പോൾ ഇവർ പറയുന്ന എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജസ് ഒക്കെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാവുന്നത് സെലക്ട് ചെയ്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇംഗ്ലീഷ് മലയാളം അല്ലേ ഉള്ളൂ. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ എല്ലാത്തിനും മലയാളം തന്നെ കൊടുക്കുവാണ്, നിങ്ങൾക്കറിയാവുന്ന അപ്പം കൊടുക്കുക. സേവ് കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവുകയാണ്. അപ്പം ഇവർ ചോദിക്കുന്ന വോയിസ് ഓവർ ഏത് ടൈപ്പിലുള്ള വോയിസ് ഓവർ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനാണ് താല്പര്യം. ഓൺലൈൻ അഡ്വർടൈസ്മെൻ്റ് ആണോ, ടെലിഫോൺ അല്ല ടെലിവിഷൻ അഡ്വർടൈസ്മെൻ്റ് ആണോ, റേഡിയോ അഡ്വർടൈസ്മെൻ്റ്, ഏതിനാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ടിക്കറ്റ് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ നല്ല വോയിസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് പറയാൻ താല്പര്യമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് പ്രൊഫൈൽ കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാം. നമ്മൾ പ്രൊഫൈലെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഡെമോ ആയിട്ട് നമ്മുടെ വോയിസ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അതിനായിട്ട് നിങ്ങൾക്കിത് ഇവിടെ കണ്ട ഈ 4 കൊടുത്തിരിക്കുന്ന ഇവിടെ ജസ്റ്റ് ഇവിടെ നിൽക്കുക. ഇതെന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ നെയിം, പേഴ്സണൽ ലിങ്ക് ഇവിടെ വരാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓവർവ്യൂ എന്ന് കിടക്കുന്നിടത്ത് നമ്മുടെ കംപ്ലീറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന
സ്കില്ല്, അതുപോലെ നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡെമോസ് എന്ന് കൊടുക്കുന്നിടത്താണ് നമ്മൾ വോയിസ് നമ്മൾ ഡെമോ ആയിട്ട് അയച്ചു കൊടുക്കേണ്ടത്. ഇതുണ്ട് അപ്ലോഡ് ചെയ്യുക ഡെമോ എന്ന് കൊടുക്കുന്നത്. അവിടെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ കാറ്റഗറി സെലക്ട് ചെയ്യുക, ഏതാണ് നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ താല്പര്യം. അഡ്വർടൈസ്മെൻറ്റ് അല്ല, അങ്ങനെയല്ല, നിങ്ങൾക്ക് ഏതാണ് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ ഡെമോ ആയിട്ട് ഏത് വോയിസിൽ റെക്കോർഡ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാറ്റഗറിയില്ലാത്തുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നാൽ, നിങ്ങളിപ്പോൾ ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ വേറെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ടെലിവിഷൻ അഡ്വർടൈസ്മെൻറ്റ്, ഒരു ടെലിവിഷൻ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അതാണ് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ടെലിവിഷൻ അഡ്വർടൈസ്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം ടെലിവിഷൻ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ടെലിവിഷൻ നമ്മുടെ ജീവിക്കകത്ത് കാണുന്ന ഏതെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ വോയിസ് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് ഡെമോ ആയിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. സിമ്പിളല്ലേ? നമ്മൾ ടി വിക്കകത്ത് കാണുന്ന ഏതെങ്കിലും ഒരു പരസ്യത്തിൻ്റെ ഡെമോ അങ്ങോട്ട് അയച്ചു കൊടുക്കണം. എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഈ സ്വർണ്ണത്തിൻ്റെ വിസ്മയ കലവറയൊരുക്കിയ നമ്മുടെ ജോയി ആലുക്കാസ് 2024 ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾക്കായിട്ട് ഒരുപാട് വമ്പൻ ഓഫറുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഷോറൂമിൽ ഇപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്യുക. അങ്ങനത്തെ ഒരു പരസ്യങ്ങളുണ്ടല്ലോ, അതാണ് എന്ത് വേണ്ടത്, നിങ്ങൾ വോയിസ് റെക്കോർഡിൽ ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. മനസ്സിലായോ? അതാണ് ഈ ടെലിവിഷൻ അഡ്വർടൈസ്മെൻ്റ് എന്തുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏതാണോ താല്പര്യം. പല ഓപ്ഷനുണ്ട്. ഓൺലൈൻ അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, അതല്ലാതെ മൂവി ട്രെയിലറുണ്ട്, ടെലിഫോണുണ്ട്, വോയിസ് നരേഷനുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അയച്ചു കൊടുക്കുക. പിന്നെ അയച്ചു കൊടുക്കുമ്പോൾ ഈ ടൈറ്റിൽ കൊടുക്കണം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇവിടെ സെലക്ട് ഫയൽ എന്ന ഓപ്ഷനുണ്ട്, അത് സെലക്ട് ചെയ്യുക. പിന്നെ ലാംഗ്വേജസ് ഏതിലാണ് ഉള്ളതെന്ന് കൊടുക്കുക. അപ്പം നിങ്ങൾ ഇതിനകത്ത് ഏതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടതെന്ന് അറിയാനായിട്ട് ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാം. ഇപ്പം നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടില്ലേ, ഇതെല്ലാം ഫില്ല് ചെയ്യണോ എന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നും. അങ്ങനെ ഒരു സംശയം തോന്നാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കണ്ടോ ഈ ആഡ് പ്രൊമോ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ റെഡിൽ കിടക്കുന്ന കണ്ടോ, ഈ റെഡിലുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യാനുള്ളതാണ്, ഫില്ല് ചെയ്യാനുള്ളതാണ്. ഇതും ആണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ആഡ് ഡെമോ എന്നുള്ള ഓപ്ഷന് കൊടുക്കാമെങ്കിൽ ഇങ്ങനത്തെ ഒരു റെഡ് ലൈൻ വരും. അപ്പോൾ നിങ്ങളത് മാത്രം എന്ത് ചെയ്യുക, ഫില്ല് ചെയ്തിട്ട് ആഡ് പ്രൊമോ കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ത്രൂ അവർ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളെ വർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്, ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ മെയിൽ ത്രൂ നിങ്ങളെ അറിയിക്കുന്നതാണ്. അത് റിജക്ഷൻ ആണെങ്കിലും മെയിൽ ത്രൂ അവർ നിങ്ങളെ അറിയിക്കും. അപ്പോൾ നിങ്ങൾ ഓഡിയോ അയക്കുമ്പോഴത്തേനും മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എഫർട്ട് എടുത്തിട്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഉഴപ്പാതെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അയക്കുക. നിങ്ങളുടെ വോയിസ് നല്ലതാണെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക കേട്ടോ. വോയിസ് എല്ലാവരുടെയും വോയിസ് ഏകദേശം നല്ലതായിരിക്കും. അപ്പം നമ്മൾ കുറച്ച് കാഷ്വലായിട്ടൊന്ന് സംസാരിച്ചിട്ട് അങ്ങ് അയച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കിട്ടിപ്പോയാൽ പോട്ടെ എന്ന രീതിയിൽ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക. കിട്ടുവാണെങ്കിൽ നമുക്ക് വർക്ക് കിട്ടും, അതുപോലെ തന്നെ ക്യാഷും കിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തായി, അറ്റൻഡ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.